നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അനിശ്ചിതാവസ്ഥയും ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ അമേരിക്ക താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഉടലെടുത്തിരിക്കുന്ന പുതിയ ക്രൈസിസും മൂലം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി തുടരുകയും കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്തു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,500 ഇനിയുള്ള പ്രധാന സപ്പോർട്ട്. 25,500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ഫ്രഷ് സെല്ലിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ടിനടുത്തായിട്ടാണ് മാർക്കറ്റ് ഇപ്പോഴുള്ളത്. ഈ റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റിൻ്റെ ടെക്സ്ചർ ബിയറിഷായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഫ്രഷ് ബൈയിങ് ആരംഭിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു പുൾ ബാക്ക് വന്നാൽ 25,650, 25,780 തുടങ്ങിയ ലെവലുകളായിരിക്കും റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, കാനറ റബേക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക്, CND-DLM, DCM ശ്രീരാം, ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്, ഇന്ത്യ മാർട്ട് ഇൻ്റർമഷ്, J&K ബാങ്ക്, ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസ്, റാലിസ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാം. LTI മൈൻഡ്രി, ഹാവൽസ് തുടങ്ങിയവയാണ് ഈ സ്റ്റോക്കുകൾ. LTI മൈൻഡ്രിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% ഇടിഞ്ഞ് 1,401 കോടിയിൽ നിന്നും 971 കോടിയിലേക്കെത്തി. 590 കോടി രൂപയുടെ ലേബർ കോഡ് ഇംപ്ലിമെൻറ്റേഷൻ വഴിയുള്ള അധിക ബാധ്യത മൂലമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞത്. അതേസമയം എബിറ്റ മാർജിൻ 15% നിന്നും 16% ഇംപ്രൂവ് ആവുകയും എബിറ്റ 5.4% വർദ്ധിച്ച് 1,648 നിന്നും 1,737 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 3.7% വർദ്ധിച്ച് 10,394 കോടിയിൽ നിന്നും 10,781 കോടിയിലേക്കെത്തി. ഹാവൽസിൻ്റെ റവന്യൂ 15% വർദ്ധിച്ച് 4,889 കോടിയിൽ നിന്നും 5,588 കോടിയിലേക്കെത്തി. എബിറ്റ് 21% വർദ്ധിച്ച് 426 കോടിയിൽ നിന്നും 516 കോടിയിലേക്കെത്തി. മാർജിൻ 8.7% നിന്നും 9.2% ഉയർന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 278 കോടിയിൽ നിന്നും 301 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഒബറോയ് റിയാലിറ്റിയുടെ റവന്യൂ 5% വർദ്ധിച്ച് 1,411 കോടിയിൽ നിന്നും 1,491 കോടിയിലേക്കെത്തി. എബിറ്റ 887 ഫ്ലാറ്റാണ്. പ്രോഫിറ്റും ഏറെക്കുറെ ഫ്ലാറ്റാണ്. സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 26% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 60% വർദ്ധിച്ചു. 97 കോടിയിൽ നിന്നും 186 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയരുകയും റവന്യൂ 26% വർദ്ധിച്ച് 3,300 കോടിയിൽ നിന്നും 4,157 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ 65% വർദ്ധിച്ച് 341 കോടിയിൽ നിന്നും 563 കോടിയിലേക്ക് ഉയർന്നു. ബെൻസാൽ വയറിൻ്റെ റവന്യൂ 11% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 4% വർദ്ധിച്ചു. 41 കോടിയിൽ നിന്നും 43 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. റവന്യൂ 925 കോടിയിൽ നിന്നും 1,029 കോടിയിലേക്ക് എത്തി. എബിറ്റ 18% വർദ്ധിച്ച് 72 കോടിയിൽ നിന്നും 85 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി പരിചയപ്പെടാം. LKP ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 4:1 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൂടാതെ നീരജ് സിമൻറ്റ് സ്ട്രക്ചറൽ എന്ന കമ്പനിക്ക് 230 കോടി രൂപയുടെ സിമൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. എത്തോസ് എന്ന കമ്പനി ചണ്ഡീഗഡിൽ പുതിയ വാച്ച് ബൊട്ടിക്കു ഇനാഗുറേറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ദീപക് നൈട്രേറ്റ് എന്ന കമ്പനി അതിൻ്റെ കാപ്പക്സിൻ്റെ ഭാഗമായി 85 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി നൈട്രേഷൻ ആൻഡ് സെക്കൻഡ് ഹൈഡ്രജനേഷൻ പ്ലാന്റ് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തു. വാരി എനർജി എന്ന കമ്പനിക്ക് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഫോട്ടോവോൾട്ടായിക് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സാങ്വി മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് ജിൻഡാൽ എനർജി ബോട്സ്വാനയിൽ നിന്നും $4.3 മില്യൺ പുതിയൊരു ഓർഡർ ലഭിച്ചതുകൊണ്ട് സാങ്വി മൂവേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. UPLൻ്റെ സബ്സിഡറി കമ്പനിയായ അദ്വാന്ത എൻ്റർപ്രൈസസ് എന്ന കമ്പനി IPO കൊണ്ടുവരാൻ പോകുന്നതുകൊണ്ട് UPL എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. HPCL എന്ന കമ്പനി LNG വാങ്ങുന്നതിന് വേണ്ടി UAE ബേസ്ഡ് ALNG എന്ന കമ്പനിയുമായി ചേർന്ന് 10 വർഷം ദൈർഘ്യമുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് HPCL എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.